Okay, now we are moving to next topic, propagation of light waves through an optical fiber. How light waves are propagating through optical fiber. Okay, so uh, if you are drawing a side view of optical fiber, this is the inner part, means core. This is cladding. Okay, this is the core cladding. നമ്മൾ അതിനെ ഒരു പൈപ്പിനെ എടുത്തിട്ട് അതിൻ്റെ റൗണ്ട് ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്താൽ നേരെ കട്ട് ചെയ്തെടുത്തുള്ള ഷേപ്പാണിത്. കോറാണ്, ക്ലാഡിംഗ് ആണ്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്, ഇതും N2 ആണ് ക്ലാഡിങ്ങിൻ്റെ. ഓക്കെ, ഷീറ്റ് നമ്മളിപ്പോൾ വരച്ചില്ല, വർക്കിങ്ങിന് മാത്രമല്ല വരയ്ക്കുന്നുള്ളൂ. ഇവിടെ വെൻ എ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓർ പാസിങ് ത്രൂ കോർ. ഓക്കെ, കോർ നമുക്കറിയാം, വി നോ ദാറ്റ് N1 ഗ്രേറ്റർ ദാൻ N2. ഇത് നിർബന്ധമായി വേണ്ട കണ്ടീഷനാണ്, N1 ഗ്രേറ്റർ ദാൻ N2. വെൻ സോ N1 greater than means this is the refractive index high here it is low. So refractive index high, when refractive index high, the medium should be denser ആയിരിക്കും. ഡെൻസർ മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക. വാട്ടറിനേക്കാളും വാട്ടറും എയറും കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറാണ് ഡെൻസർ, എയറാണ് എന്ത് റെയറർ. അപ്പോൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കൊരു 1.33 ആണ്, എയറിൻ്റെ 1 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ഡെൻസർ മീഡിയം ആയിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ റെയർ മീഡിയം ആയിരിക്കും. സോ ലൈറ്റ് വേവ് പാസിങ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഓക്കെ, if the angle of incidence നോർമലി വരയ്ക്കുകയാണെങ്കിൽ, if the angle of incidence is greater than critical angle, അതുപോലെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ it will refract to same medium. ഓക്കെ, സോ refract to same medium. then ഇവിടെ നോർമൽ വന്നു. നോർമൽ വരുന്ന സമയത്ത് this is light passing from denser medium to rarer medium. Okay, denser medium to rarer medium. So here also it is critical angle is greater than, incident angle is greater than critical angle ആണെങ്കിൽ it will reflect back. Okay, then ഇവിടെ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ it is light passing from denser medium to rarer medium, it will again reflect back. Okay, so here total Indian reflection happen. Here not a single it is not a single total Indian reflection, it is a multiple total Indian reflection. It will undergo multiple total Indian reflection. Okay, in a zigzag manner. Then the light will reach other end within fraction of seconds. Okay, ലൈറ്റ്സിൻ്റെ വളരെ ഫാസ്റ്റായിട്ട് സെക്കൻഡുകളുടെ ഫ്രാക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, എത്ര കിലോമീറ്റർ വേണമെങ്കിലും. ഓക്കെ, ദിസ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് വേവ്സ് ത്രൂ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, നൗ we have to learn what is acceptance angle theta A. Okay, theta A. As we know, we are already drawn a picture like this. Okay, this is core cladding, this is also cladding. Okay, if this is a axis which is passed through in very center to core. Okay, this is called axis of core, axis of core. Okay, this is axis of core. So light coming from outside, but to maintain total Indian reflection, the angle of incidence here should be greater than critical angle. Okay,
സോ ഇത് ഇഫ് ദിസ് ഈസ് എ ക്രിട്ടിക്കൽ ആംഗിൾ, ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇത് ടോട്ടൽ റിഫ്ലക്ഷൻ വിധേയമാവുക. അങ്ങനെയാണെങ്കിൽ പുറത്തേന്ന് വരുന്ന ലൈറ്റ് ഒരു പെർട്ടിക്കുലർ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇതിന് ഈ ഒരു ലൈനിൻ്റെ പുറത്ത് നിന്ന് വരുന്നത്, ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ലൈറ്റിനെയും എന്ത് ചെയ്യും, ഇത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷന് വിധേയമാക്കും. കാരണം ഇതെല്ലാം ലൈറ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഇങ്ങോട്ടേക്ക് വന്നുള്ള പ്രശ്നം എന്താണ്, ഇവിടെ വരുമ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ലൈറ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്ത് മുകളിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, റിഫ്രാക്റ്റ് ചെയ്തിട്ട് മുകളിലേക്കാണ് ഇത് മൂവ് ചെയ്യുക. അപ്പോൾ ഈ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ നടക്കില്ല. അപ്പോൾ മാക്സിമം എത്ര വരെ വരാൻ പറ്റൂ, ഈ ഒരു ലൈൻ വരെ, ക്രിട്ടിക്കൽ ആംഗിൾ വരാവുന്ന ലൈൻ വരെ മാത്രമേ വരാവൂ. എന്നാൽ ഇത് ഇതിനകത്ത് കൂടെ കടന്നു പോവുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് ക്ലാഡിങ്ങിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ആക്സിസ് ഓഫ് കോറിൻ്റെയും ഈ മാക്സിമം വരാവുന്ന ഈ ലൈനിൻ്റെയും ഇടയിലൊരു ആംഗിൾ ഉണ്ടാവില്ലേ, ദിസ് ഈസ് കോൾഡ് തീറ്റ എ, acceptance angle. So acceptance angle is an angle. It is the angle with the axis of core. With the axis, ഒരു ആംഗിൾ ആണ് എന്തുമായിട്ട് ഉണ്ടാക്കുന്നത്, ആക്സിസ് ഓഫ് കോറുമായിട്ട് ഉണ്ടാക്കുന്നത്. So that all the rays are incident within this angle. ഏത് റേസും, ഇതിനകത്ത് വീഴുന്ന ഏത് റേസിനെയും will be accepted and propagated through optical fiber. ആക്സെപ്റ്റ് ചെയ്യുകയും പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ആംഗിൾ വിത്ത് ആക്സിസ് ഓഫ് കോർ. ആക്സിസ് ഓഫ് കോറുമായിട്ട് ഉണ്ടാക്കുന്നതാണ്. വിത്ത് ദ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് വിത്തിൻ ദിസ് ആംഗിൾ, ഈ ആംഗിളിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ലൈറ്റിനെയും എന്ത് ചെയ്യും, ഈ ഒപ്റ്റിക്കൽ ഫൈബർ ആക്സെപ്റ്റ് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് കോർ, ആക്സെപ്റ്റൻസ് ആംഗിൾ. ഇനി ഇതേ പ്രോസസ്സ് ഇങ്ങോട്ട് നടന്നൂടെ, ഇങ്ങനെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ല, ഇതിനകത്തുകൂടി ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലത്തെ ഒരു ആംഗിൾ ഇങ്ങോട്ടും ഉണ്ടാവും. ഇവിടെ എത്രയാണോ വാല്യൂ, ആ വാല്യൂ നിരക്കും ഇവിടെയും വരിക. ഇറ്റ് ഈസ് ഓൾസോ ആക്സെപ്റ്റൻസ് ആംഗിൾ, കോറുമായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ ഡ്രോയിങ് എ കോൺ ലൈക്ക് ദിസ്, ഒരു കോൺ പോലെ വരച്ചാൽ ഈ കോണിനകത്തുകൂടെ വരുന്ന എല്ലാ ലൈറ്റിനെയും എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ഫൈബർ ആക്സെപ്റ്റ് ചെയ്യും. സോ ദിസ് കോൺ ഈസ് കോൾഡ് ആക്സെപ്റ്റൻസ് കോൺ. ആക്സെപ്റ്റൻസ് കോൺ. ഓക്കെ, സോ ആക്സെപ്റ്റൻസ് കോൺ, a cone formed at the end of the fiber with theta is a semi-vertex axis. കോണിൻ്റെ സെമി വെർട്ടെക്സ് ആക്സിസ് ആണിത്, ഈ വാല്യൂ വരിക. തീറ്റ എ സെമി വെർട്ടെക്സ് ആക്സിസ് ആയിട്ടുള്ള കോണിനെ പറയുന്ന പേരാണെന്ത്, ആക്സെപ്റ്റൻസ് കോൺ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ആക്സെപ്റ്റൻസ് ആംഗിൾ. ക്ലിയർ? ദെൻ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്നെ. ഓക്കെ, ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്നെ. ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്നെ ഈക്വൽ ടു സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ. സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, സൈൻ തീറ്റ എ എത്രയാണോ, ഇവിടെ വരുന്ന ഈ തീറ്റ എയുടെ ആംഗിൾ, അതിൻ്റെ സൈൻ വാല്യൂ എത്രയാണോ അതാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. ഇറ്റ് ഈസ് ഓൾസോ ഹാവ് ആസ് an equation √n1 square minus n2 square. √n1 square minus n2 square, where n1 is the refractive index of the core, n2 is the refractive index of the cladding. Okay, actually numerical aperture, if you are defining numerical aperture, it is the light gathering power of an optical fiber. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള പവറിനെ പറഞ്ഞ പേരാണെന്ത്, കഴിവിനെ പറഞ്ഞ പേരാണെന്ത്, ന്യൂമറിക്കൽ അപ്പേർച്ചർ. ന്യൂമറിക്കൽ അപ്പേർച്ചർ കൂടുമ്പോൾ കൂടുതൽ ലൈറ്റിനെ എന്ത് ചെയ്യും, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നോക്കൂ, നിങ്ങൾ ഈ തീറ്റ എ
വാല്യൂ തീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക, സൈൻ തീറ്റയുടെ വാല്യൂ കൂടും. അപ്പോൾ അത്രയും കൂടുതൽ ലൈറ്റിന് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ലേ. ഒരുപാട് ലൈറ്റിന് തീറ്റയെ ഇപ്പോൾ ഇത്രയും വാല്യൂ ഉണ്ടെങ്കിൽ ഇതിനകത്തൂടെ ഒക്കെ ലൈറ്റിന് കടന്നു വിടാം. അപ്പോൾ തീറ്റയെ കൂടുമ്പോൾ സൈൻ തീറ്റയെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചറും കൂടും. സോ ദിസ് ഈസ് ദ ലൈറ്റ് ഗാദറിംഗ് പവർ ഓഫ് എ ഫൈബർ. ഓക്കെ, ഇറ്റ് മെഷർ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ ഫൈബർ. ഒരു ഫൈബർ എത്ര എമൗണ്ട് ലൈറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും കൂടി അളവാണ് എന്ത്, ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ നോർമലി വരുന്നത് 0.13 to 0.5 ആണ് വാല്യൂ വരിക. ഒരു നോർമൽ അത്യാവശ്യം ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഫൈബർ, ഇഫ് ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഫൈബർ, the value of numerical aperture lies between 0.13 to 0.5. Okay, this is about numerical aperture. We will derive this relationship later. Okay, നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് അപ്പോൾ പറയാം. ഓക്കെ, now one more thing, fractional refractive index change, delta. Okay, fractional refractive index change means delta equal to, this is a ratio, ratio means divided by, ratio between, അല്ലെങ്കിൽ ratio of change in angle of, change in refractive index, change in refractive index of core and cladding to the refractive index of the core. If the ratio between change in refractive index of core and cladding to the refractive index of the core, n1 minus n2 by n1, n1 minus n2 by n1. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെയാണ് എഴുതുക. ഇറ്റ് ഈസ് the ratio of change in refractive index of core and cladding to the refractive index of the core. Its value should be positive. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഡെൽറ്റ ഷുഡ് ബി പോസിറ്റീവ് ആവണം. അതുകൊണ്ടാണ് ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞപ്പോൾ n2 മൈനസ് n1 എന്ന് കൊടുക്കാൻ കഴിയില്ല. കാരണം n2 മൈനസ് n1 എന്ന് കൊടുത്താൽ n2 ചെറുതാണ്, n1 വലുതാണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. ഡെൽറ്റ എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. സോ n1 മൈനസ് n2 ബൈ n1. ദിസ് ഈസ് refractive index of fractional refractive index change. Okay.